ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീമഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്തതാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. ഹരി ഓം. മക്കളെ, പുരുഷോത്തമ യോഗമെന്ന 15-ാം അധ്യായമാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ഇന്ന് നമ്മൾ 16-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ അധ്യായത്തിൻ്റെ പേര് ദൈവാസുര സമ്പദ് വിഭാഗ യോഗം. അതായത് ദേവന്മാർ, അസുരന്മാർ എന്നീ രണ്ട് വിഭാഗങ്ങളെക്കുറിച്ച് പറയുന്ന അധ്യായമാണ്. അതുകൊണ്ടാണ് ഈ അധ്യായത്തിന് ദൈവാസുര സമ്പദ് വിഭാഗ യോഗം എന്ന പേര് വന്നത്. ദൈവത്തെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം, ഒരുപാട് ദൈവങ്ങളെ അറിയാം, അല്ലേ? അതുപോലെ അസുരന്മാരെക്കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട്, കഥയിലൂടെ, അമ്മൂമ്മയോ പറഞ്ഞ കഥകളിലൂടെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ മനുഷ്യന്മാർക്കും അല്ലെങ്കിൽ എല്ലാ ജീവന്മാർക്കും ഈ രണ്ട് ഭാവം നമ്മളിൽ തന്നെ ഉണ്ട്. നമ്മൾ 14-ാം അധ്യായത്തിൽ ഓരോ മനുഷ്യനും 3 ഗുണങ്ങളുണ്ട്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അങ്ങനെ എല്ലാവരിലും ഓരോരോ ഈ 3 ഗുണങ്ങളും ഉണ്ടാകും. പക്ഷേ ഒരു ഗുണം കൂടുതലായിട്ട് കാണും. അപ്പോൾ ആ ഗുണമുള്ളവരെന്ന് അവരെക്കുറിച്ച് പറയും. ഇവിടെ 2 ഗുണങ്ങളെക്കുറിച്ചാണ്, അതായത് ദേവീ ഗുണങ്ങളെക്കുറിച്ചും ആസുരി ഗുണങ്ങളെക്കുറിച്ചുമാണ് ഇവിടെ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറയാൻ പോകുന്നത്. അപ്പം എല്ലാ മനുഷ്യരിലും ആസുരി ഗുണം, ദേവീ ഗുണം ഉണ്ടാകും. അപ്പോൾ ദേവീ ഗുണം ജാസ്തിയാണെങ്കിൽ, ദേവീ ഗുണം മാത്രമേ ഉള്ളൂ എങ്കിൽ അവർ ദേവന്മാരായി. ഇനി ആസുരി ഗുണമാണ് ജാസ്തിയെങ്കിൽ അവർ അസുരന്മാർ. ഇനി ഇത് രണ്ടും സമാസമമാണെങ്കിൽ അവർ മനുഷ്യന്മാർ. അപ്പം ഓരോ മനുഷ്യൻ്റേതും, അതായത് നമ്മൾ തീരുമാനിക്കണം നമ്മൾ ആരായി തീരണം, അസുരനാകണോ അല്ല ദേവനാകണോ. ദേവനാവണമെങ്കിൽ നമ്മൾ ഭക്തിയിലൂടെ, ജ്ഞാനത്തിലൂടെ ഈ ദേവീ ഗുണങ്ങളെല്ലാം സമ്പാദിച്ച് ഉയരണം. അപ്പോഴേ നമ്മൾ ദൈവഭാവത്തിലെത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അസുരഭാവത്തിലേക്കായിരിക്കും, അസുരഗുണം ജാസ്തിയാണെങ്കിൽ. ഈ ദേവീഭാവത്തിൽ ഉള്ള ആ ഈശ്വരഭാവത്തെ തന്നെയാണ് പുരുഷോത്തമനായിട്ടും ഗുണാതീതനായിട്ടും ക്ഷേത്രജ്ഞനായിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കിയത്. അതെല്ലാം ഈശ്വരഭാവം തന്നെയാണ്, ഈശ്വരനാണ്. അപ്പം ഈശ്വരനോട് നമുക്ക് ചേരണമെങ്കിൽ ഈ 2 വിധത്തിലുള്ള ഗുണങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ദേവീ ഗുണം എന്താണ്? ഇവിടെ ഗുണത്തിന് ഉപയോഗിച്ച വാക്ക് സമ്പത്ത് എന്നാണ്. സാധാരണ സമ്പത്ത് എന്ന് പറയുമ്പോൾ നമ്മളെന്താ അതിന് പണം എന്ന് അർത്ഥമെടുക്കും, അല്ലേ? പക്ഷേ
പണം മാത്രമല്ല സമ്പത്ത്, അല്ലെങ്കിൽ ധനം എന്ന് പറയുന്നത്. ധനം എന്ന് പറയുന്നത് വിദ്യാധനം, പുത്രധനം, അങ്ങനെ പല ധനങ്ങളും ഉണ്ട്. ഇനി ഈ പണം തന്നെ, ഈ സമ്പത്തുകൾ തന്നെ നല്ല സമ്പത്തുണ്ട്, ചീത്ത സമ്പത്തുണ്ട്. നല്ല സമ്പത്തിനാണ് ദേവീ സമ്പത്ത്, ചീത്ത സമ്പത്തിനാണ് ആസുരീ സമ്പത്ത്. ഇനി ഒരു ചെറിയ ഉദാഹരണം പറയാം. പണമാണെന്ന് വയ്ക്കൂ. പണം കൊണ്ട് ഒരു നല്ല ദേവീ സമ്പത്തുള്ള ആൾ എന്താ ചെയ്യുക? അയാൾ നല്ല വഴിയിൽ ജോലി ചെയ്യും, നല്ല മാതിരി ജോലി ചെയ്യും, നേരായ മാർഗത്തിലൂടെ പണം സമ്പാദിക്കും. ആ സമ്പാദിച്ച പണം തനിക്ക് വേണ്ടത് മാത്രം ഉപയോഗിച്ച് ബാക്കിയുള്ള എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി അത് നൽകും. അപ്പം അത് നല്ല സമ്പത്താണ് അല്ലേ, ആ പണം. അതേ സമയത്ത് ചീത്ത വഴികളിലൂടെ എല്ലാവരെയും പറ്റിച്ചും ചതിച്ചും പണം സമ്പാദിച്ചു, മാത്രമല്ല ആ പണം കൊണ്ട് ബാക്കി എല്ലാവരെയും ഉപദ്രവിക്കുന്ന വിധത്തിലുള്ള ഒരു ജീവിതമാണെങ്കിലോ അത് ആസുരി സമ്പത്തായി മാറി. ഇതാണ് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത്. കാരണം പലർക്കും സംശയം വരും, സമ്പത്തെന്ന് പറഞ്ഞാൽ പിന്നെ അതെങ്ങനെയാണ് ചീത്തയാകുന്നത് നല്ലതാകുന്നത്? അത് നമ്മളെങ്ങനെ ഉപയോഗിക്കുന്നു എന്നനുസരിച്ചിട്ട് ഏതൊരു സമ്പത്തും നല്ലതാകാം, ചീത്തയാകാം. അപ്പം പിന്നെ നമുക്ക് ഈശ്വരനോട് അടുക്കണമെങ്കിൽ നമ്മൾ നിരന്തരം നമ്മുടെ ഈ ദേവീ സമ്പത്ത് വർദ്ധിപ്പിച്ചേ പറ്റുള്ളൂ. അതെന്തൊക്കെയാണെന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. അതുമാതിരി നമ്മൾ ആസുരി സമ്പത്ത് നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈശ്വരനിൽ നിന്ന് വിട്ട് അവസാനം നമ്മൾ ഇരുട്ടിലായിരിക്കും പതിക്കുക. അതും മനസ്സിലാക്കണം. എത്രയും ആസുരി സമ്പത്ത് വർദ്ധിക്കുന്നുവോ അത്രയും ഈശ്വരനിൽ നിന്ന് ദൂരത്താകും. ചുരുക്കി പറഞ്ഞാൽ ഈശ്വരനോട് അടുപ്പിക്കുന്നത് ഈ ദേവീ ഗുണങ്ങളും ഈശ്വരനിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തുന്നത് ആസുരി ഗുണങ്ങളുമാണ്. നമുക്ക് ഭഗവാൻ കൃഷ്ണൻ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട് എന്തൊക്കെയാണ് ദേവീ സമ്പത്ത്, എന്തൊക്കെയാണ് ആസുരി സമ്പത്തെന്ന്. ഇവിടെ ദേവീ സമ്പത്തായിട്ട് നമുക്ക് 26 കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അതിൽ പല ഗുണങ്ങൾക്കും അല്പസ്വല്പ ഭേദമേ ഉള്ളൂ. കുറേ കാര്യങ്ങൾ നമുക്ക് അറിയുന്നതാണ്. നമ്മളിപ്പോൾ ഇതുവരെ 15 അധ്യായങ്ങൾ കഴിഞ്ഞു. അതിലൂടെ നമ്മൾ കുറേ ഗുണങ്ങളെ പറ്റിയിട്ട് പഠിച്ചു. എങ്കിലും വീണ്ടും ഇതിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. അപ്പോൾ പ്രധാനപ്പെട്ട കുറേ ഗുണങ്ങൾ നമുക്ക് എടുത്തു നോക്കാം. ആദ്യമായിട്ട് പറയുന്നുണ്ട് അഭയം. അഭയം എന്ന് പറഞ്ഞാൽ ഭയമില്ലായ്മ. അതായത് നമ്മൾക്ക് ഏതൊരു പ്രതികൂല സിറ്റുവേഷൻ വന്നാലും അതിനോട് പ്രതികരിക്കാൻ ഭയമില്ലാതെ പ്രതികരിക്കണം. ഭയമില്ലാതെ പ്രതികരിക്കണമെങ്കിൽ നമുക്കെന്ത് വേണം? നല്ല ആത്മബലം വേണം. അതാണ് ഭയമില്ലായ്മ. അപ്പം ഇവിടെ ആ ഭയമില്ലായ്മ. ഇനി വേറൊരർത്ഥത്തിൽ അത് നമ്മൾ നമ്മളിന്ന് വേറൊരാളുണ്ടെങ്കിലല്ലേ ഭയം വരുള്ളൂ. അപ്പം എന്നോട് പ്രതികരിക്കാൻ വരുന്ന ആളും ഞാൻ തന്നെയാണെന്ന് വിചാരിച്ചാൽ പിന്നെ എവിടെയാണ് അവിടെ ഭയം വരുന്നത്? അങ്ങനെ എടുക്കാം. ഏതായാലും ഒന്നിലും ഭയമില്ല നല്ല കാര്യങ്ങളിൽ. അല്ലാതെ വെറുതെ ഒന്നും അറിയാണ്ട് ചാടി ഭയമില്ലാതെ ഓടിച്ചാടി അത് ചെയ്യുന്നവരെ അല്ല ഭയമില്ല അഭയം എന്ന് പറയും. അവർക്കുള്ള ഗുണമല്ല അഭയം. മനസ്സിലാക്കണം ഇവിടെ. പിന്നെ അന്ധകരണ ശുദ്ധിയെപ്പറ്റി പറയുന്നുണ്ട്.
അതായത് അന്ധക്കരണം എന്ന് പറഞ്ഞാൽ മനസ്സ്, ബുദ്ധി. അപ്പോൾ അതൊക്കെ നല്ലപോലെ ശുദ്ധിയാക്കുക. അതായത് അശുഭ ചിന്തകളൊന്നും മനസ്സിലില്ലാതെ സൂക്ഷിക്കുക, അതൊക്കെ ഒഴിവാക്കുക. തുടർന്ന് ദാനത്തിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം എനിക്ക് മാത്രം എടുത്തു വെച്ചാൽ പോരാ, ആ സ്വാർത്ഥഭാവം വിട്ടിട്ട് നമ്മളിലുള്ളത് നമ്മൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ, അല്ലെങ്കിൽ അതില്ലാത്തവർക്ക് നമ്മൾ നമ്മളുടെ ഒരു ഭാഗം ഷെയർ ചെയ്യുന്നതിനാണ് ദാനം, കൊടുക്കുന്നതിനാണ് ദാനം എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് വേണ്ടാത്ത സാധനങ്ങളെ കൊടുക്കുന്നതൊന്നും ദാനമല്ല. അതെല്ലാം ഇനി അടുത്ത അധ്യായത്തിൽ കൂടുതൽ വിവരിച്ച് ദാനത്തിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ യജ്ഞത്തിനെ പറ്റി നമ്മൾ 4-ാമത്തെ അധ്യായത്തിൽ തന്നെ പറഞ്ഞു. അവിടെ പറഞ്ഞു നമ്മുടെ എല്ലാ പ്രവൃത്തികളും ഈശ്വരാർപ്പണമായി, ഈശ്വരന് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്ന എന്ന ഭാവത്തോടുകൂടെ ചെയ്യുന്നതാണ് യജ്ഞം. അപ്പം നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നുണ്ടോ അതെല്ലാം യജ്ഞഭാവത്തിൽ ചെയ്യണം. പിന്നെ ആർജവം എന്ന് പറഞ്ഞാൽ ഒരു വക്രഗതിയില്ലാതെ ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ്, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ. അതായത് ഒരു നേരായ വഴിയിൽ കൂടെ സഞ്ചരിക്കുക, നേരായത് പറയുക, അല്ലാതെ വളച്ച് തിരിച്ച് അതിൽ കുറേ ചീത്ത അർത്ഥങ്ങളൊക്കെ ചേർത്ത് ഓരോ സംഗതികളും ഉണ്ടല്ലോ, അത് നേരായിട്ട് പറയുന്നതിന് പകരം വളച്ച് തിരിച്ച് അതല്ലാത്തതായി പറയുന്നതിനാണ് വക്രഗതി എന്ന് പറയുന്നത്. ആ വക്രഗതി, വക്രബുദ്ധി, അങ്ങനത്തെ മനസ്സില്ലാതെ നല്ല ആർജവം, കണ്ടതുപോലെ പറയാനുള്ള ധൈര്യവും, അതും ആർജവം എന്നുള്ള വാക്കിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒന്ന് മറച്ചു വെച്ച് വേറൊന്നും പറയില്ല, തുറന്ന് പറയുക, ഉള്ളത് ഉള്ള പോലെ പറയുക. പിന്നെ അടുത്തതാണ് നമ്മളെ സ്വാധ്യായം. ഈ ഒരു സ്വഭാവം നമ്മൾ ചെറുപ്പത്തിൽ വളർത്തണം, നിങ്ങളൊക്കെ വളർത്തേണ്ടതാണ്. സ്വാധ്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്വന്തമായിട്ട് സ്വന്തം ഇഷ്ടത്തോടുകൂടെ പഠിക്കുന്നതിനാണ് ശരിക്കും സ്വാധ്യായം, വായിച്ച് മനസ്സിലാക്കുന്നതിന്. അപ്പം ദിവസം കുറച്ചെന്തെങ്കിലും നമ്മൾ അതുപോലെ മനസ്സിലാക്കണം. ഇപ്പോഴും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വായിക്കുന്നുണ്ട്, പല കഥകൾ, എന്താ ഹാരി പോട്ടറോ, ഇപ്പോൾ പുതിയ പുതിയ കഥകളൊക്കെ വന്നിട്ടുണ്ടാകും, ബുക്കുകളൊക്കെ വന്നിട്ടുണ്ടാകും കുട്ടികളുടെ, അതൊക്കെ വായിക്കുന്നുണ്ട്. അതൊന്നും വേണ്ടാന്ന് പറയുന്നില്ല. എന്നാൽ അതോടൊപ്പം നമ്മൾക്ക് നമ്മുടെ ശാസ്ത്രം, അത് ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് എന്തിനാണ്? ഈ ഭഗവത്ഗീതയൊക്കെ ആ ബുക്കുകൾക്കൊക്കെ കൂടെ പറയുന്ന വാക്കാണ് ശാസ്ത്രം. നമ്മളുടെ പഴയ കാലത്ത് നമുക്ക് ഋഷിമാർ എഴുതി തന്ന പല കാര്യങ്ങളുമാണ്, പല ആചാര്യന്മാരും നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് അല്പാൽപ്പം നമ്മൾ കേൾക്കണം. നിങ്ങളുടെ സമയത്ത് നിങ്ങൾ കേട്ടാൽ മതി. പല കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട്, രാമായണം, മഹാഭാരതം, ശ്രീരാമൻ്റെ കഥ, ഭാഗവതം, അങ്ങനത്തെ കഥകൾ കേൾക്കുക, ഭഗവത്ഗീത വായിക്കുക. വായിക്കുക എന്ന് പറഞ്ഞാൽ ചൊല്ലാൻ പഠിക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ കഥ പോലെ പറയുന്നത് കേൾക്കുകയോ അങ്ങനെ അറിയാൻ ശ്രമിക്കുക. അല്ലാതെ അച്ഛനും അമ്മയും മുത്തശ്ശിയൊക്കെ നിർബന്ധിച്ച് ഇഷ്ടമില്ലാതെ കേൾക്കുന്നതോ വായിക്കുന്നതോ ഒന്നും സ്വാധ്യായമല്ല. ചിലപ്പോൾ നമുക്ക് പലപ്പോഴും പറ്റാറുണ്ട്, ചെറിയ കുട്ടികൾക്ക് ചെറിയ ബുക്ക് കൊടുക്കും, വിവേകാനന്ദൻ്റേതോ വിവേകാനന്ദ സ്വാമികളുടെ പല കുട്ടികൾക്കായിട്ടുള്ള ബുക്കുകളുണ്ട്. അവരത് കാര്യമായിട്ട് വാങ്ങിക്കും, കാരണം വലിയ സ്നേഹമാണ് നമ്മളോട്. പക്ഷേ പിന്നെ ചോദിക്കും, മോനെ അത് വായിച്ചോ? ഇല്ല, തുറന്നു നോക്കിയില്ല. അപ്പം കാരണം അതിൽ ശ്രദ്ധയില്ലാത്തത് കൊണ്ടാണ്. അപ്പം അത് പാടില്ല. ദിവസം കുറച്ച് വായിക്കണം. അത് വലിയൊരു ദേവീ സമ്പത്താണ്, മനസ്സിലാക്കണം. പിന്നെ അഹിംസ എന്നാൽ ആരെയും ഹിംസിക്കാതിരിക്കുക,
ഇവിടെ ഹിംസിക്കുക എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്നുള്ള അർത്ഥമാണ്. അതല്ലാതെ നമുക്ക് മനസ്സിലാക്കണം. കാരണം നിങ്ങളിപ്പോൾ ആരെയും കൊല്ലാനൊന്നും പോണില്ല അല്ലേ? അപ്പം നിങ്ങളോട് അഹിംസ പാലിക്കണം എന്ന് പറയുന്നത് ശരിയുണ്ടോ? ഇല്ല. പക്ഷേ ഇവിടെ നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നിങ്ങളുടെ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട്, വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ദേഹം കൊണ്ടോ നിങ്ങൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഒരു വിധത്തിലുള്ള വിഷമം ഉണ്ടാക്കരുത്. അത് കൊല്ലുന്നതിന് സമാണ്. അതായത് ഒരാൾ ചെയ്യാത്ത കുറ്റത്തിന് നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തുക, വാസ്തവത്തിൽ നിങ്ങൾ അവരെ കൊല്ലുന്നതിന് സമാണ്. അവർക്ക് അത്രയും വിഷമായിരിക്കും അത് നിങ്ങളുടെ വാക്കുകൊണ്ടല്ലേ. അതുപോലെ തന്നെ ഒരു തമാശയ്ക്ക് വേണ്ടി പോലും ഒരു മൃഗങ്ങളെയോ ഒരു ജീവിയെയും കൊല്ലരുത്. ഇങ്ങനെ പറയുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ ഈ മാംസാഹാരങ്ങളൊക്കെ കഴിക്കണമെങ്കിലേ എത്ര ജീവികളെ മത്സ്യത്തിനെയൊക്കെ കൊല്ലണമെന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ അത് ഇഷ്ടമാണെങ്കിൽ അത് നിങ്ങളുടേത്. അതിനെക്കുറിച്ച് നമ്മൾ അധികം പറയേണ്ട ആവശ്യമില്ല. എങ്കിലും ഇതെല്ലാം അഹിംസയിൽ വരും. പിന്നെ സത്യം മാത്രമേ പറയാവൂ. അത് എപ്പോഴും നിങ്ങൾക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടല്ലേ അച്ഛനും അമ്മയും. പക്ഷെ അവരും സത്യം തന്നെ പറയണം. കാരണം ആരെങ്കിലും പുറത്തുനിന്ന് വന്നിട്ട് മോനെ നീ പറ ഞാനിവിടെ ഇല്ല എന്ന്, അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞാൽ നിങ്ങളും കളവ് പറയാൻ പഠിക്കും. അത് പാടില്ല. മനസ്സിലെപ്പോഴും ഞാൻ എപ്പോഴും സത്യം പറയുമെന്നുള്ള ആ ഒരു ഭാവം ഉണ്ടായിരിക്കണം. പിന്നെ ആരോടും ദേഷ്യം പിടിക്കരുത്, ദേഷ്യം കാണിക്കാതിരിക്കുക. മറ്റുള്ളവരിൽ നമ്മളെല്ലാം ഇപ്പോഴും നമ്മളെന്താ ശ്രമിക്കുക? കുറ്റം കാണാൻ. അത് മറ്റുള്ളവരിൽ. നമ്മുടെ കുറ്റം നമ്മൾ ആരെങ്കിലും എത്ര കുറ്റമുണ്ട്, എന്നിൽ എന്ത് കുറ്റമുണ്ട് എന്ന് നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ആ കുട്ടി അത് ചെയ്തു, ഈ കുട്ടി ഇത് ചെയ്തു, അപ്പം ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണോ എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ കുറ്റം ചെയ്യുന്നത് വേറൊരാളെ കുറ്റപ്പെടുത്തരുത്. ഇനി നിങ്ങൾക്ക് വളരെ തീർച്ചയാണ് കുറ്റമാണ്, അയാൾ തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾക്ക് തീർച്ചയാണ് എങ്കിൽ മാത്രം നല്ല വഴിയിലൂടെ അവർക്ക് വിഷമമില്ലാത്ത വിധത്തിൽ മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെ സ്നേഹഭാവത്തിൽ എല്ലാവരോടും പെരുമാറണം. ശുചിത്വം, ദേഹത്തിനും വേണം ശുചിത്വം. വൃത്തിയായിട്ട് ദേഹം വെക്കണം. അത് അച്ഛനമ്മമാരൊക്കെ നിങ്ങളോട് പറഞ്ഞു തരും. അതെല്ലാവർക്കും ഒരുവിധം അറിയാം. അതുപോലെ മനസ്സിനെയും വാക്കിനെയും ശുചിയായിട്ട് വെക്കണം. അതായത് ചീത്ത വാക്കുകൾ മനസ്സിൽ നിന്ന് ഒരിക്കലും വരരുത്. പിന്നെ ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നുള്ള അഭിമാനമോ ഗർവമോ ഒന്നും ഉണ്ടാകരുത്. എപ്പോഴും ഉന്മേഷത്തോടെ ഇരിക്കണം. ഇനിയും കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ബാക്കിയെല്ലാം താനേ മനസ്സിലാക്കിക്കൊള്ളും, താനേ മനസ്സിൽ വന്നുകൊള്ളും. ഇത്രയും ദേവീ സമ്പത്തിനെക്കുറിച്ച് പറഞ്ഞ ശേഷം ആസുരി സമ്പത്ത് എന്തൊക്കെയാണെന്ന് പറയുകയാണ് ശ്രീ ഭഗവാൻ. 7 ആസുരി സമ്പത്തുകളാണ് പറയുന്നത്. ദംഭം, ദർപ്പം, അതിമാനം, ക്രോധം, പാരുഷ്യം, അജ്ഞാനം. ഇതിൽ ഇല്ലാത്ത ഗുണം എനിക്കുണ്ടെന്ന് ഭാവിക്കുന്നതാണ് ദംഭം. പിന്നെ ദർപ്പം എന്ന് പറയുന്നത് എന്താ? എനിക്ക് പണമുണ്ട്, ഞാൻ വലിയ ഫാമിലിയിൽ ജനിച്ചതാണ്, എൻ്റെ അച്ഛനൊക്കെ വലിയ ആൾക്കാരാണ് എന്നുള്ള ഒരഭിമാനം, അതാണ് ദർപ്പം. പിന്നെ ദുരഭിമാനം. എന്താണ് ദുരഭിമാനം? മറ്റുള്ളവരെക്കാളും ഞാൻ വലിയ ആളാണ്, പൂജ്യനാണ്
എന്നെപ്പോലെ പൂജ്യനായിട്ട് വേറെ ആരും ഇല്ല എന്നുള്ള ഭാവമാണ് ദുരഭിമാനം. പിന്നെ ക്രോധം എന്ന് പറഞ്ഞാൽ ദേഷ്യം. രണ്ട് വിധത്തിലുണ്ട്. എന്തിലും ചാടി എന്തിനേയും ഒരു എന്താ പറയുക ദേഷ്യഭാവത്തിൽ കാണുന്നത്. കാരണം അടുക്കാൻ പറ്റാത്ത മൂക്ക് ശുണ്ഠിയുള്ള ആളെന്ന് പറയും. അത് സാധാരണയുള്ള പുറമേ ഉള്ള ദേഷ്യമാണ്. ശരിയായിട്ടുള്ള ദേഷ്യം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് നന്മ വരുമ്പം, മറ്റുള്ളവർക്ക് സൗഭാഗ്യം വരുമ്പം അതങ്ങനെ കാണുമ്പം മനസ്സിൻ്റെ ഉള്ളിൽ കിടന്നങ്ങനെ തിളച്ച് മറിയും ആ ദേഷ്യം, അസൂയ. ആ ദേഷ്യമാണ് മഹാമോശം. മറ്റല്ലാതെ വന്ന് പോകുന്നതാണ്. പിന്നെ അജ്ഞത, പാരുഷ്യം എന്ന് പറഞ്ഞാൽ വളരെ വളരെ എന്താ പറയുക പരുക്കഭാവം, ഒരു മനുഷ്യപ്പറ്റില്ലാതെ സംസാരിക്കുക. അപ്പം നമ്മൾ സംസാരിക്കുന്നതും വളരെ നല്ല വാക്കുകൾ ഉപയോഗിച്ച് നല്ല ഭാവത്തിൽ നന്നായി പറയുക, നന്നായി പെരുമാറുക. അതാണ് അങ്ങനെ പെരുമാറാൻ കഴിയാത്തതാണ് പാരുഷ്യം. പിന്നെ അജ്ഞാനം, അറിവില്ലായ്മ. എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്, എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം, എന്താണ് കർത്തവ്യം, എന്താണ് എനിക്ക് ചെയ്യേണ്ടത്, അതൊക്കെ അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അതൊരു തരം അജ്ഞത. പിന്നെ ചിലവർക്ക് ഇതൊക്കെ അറിയും എന്നാലും ചെയ്യാതിരിക്കുക, അതിൽ വലിയ അജ്ഞതയാണ് ഇത്. അതൊക്കെ അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ആസുരിക സമ്പത്തിൽ മറ്റുള്ളവരെ സഹായിക്കുന്നതിന് പകരം എത്രത്തോളം ഉപദ്രവിക്കാമോ അത്രയും ഉപദ്രവം ചെയ്യുന്ന സ്വഭാവം, ഗുണം, അതാണ് ആസുരി സമ്പത്ത്. നമുക്ക് വേറൊരാളെ സ്നേഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളെല്ലാം ഒന്നാണ്, അല്ലെങ്കിൽ നമ്മളെല്ലാം കാത്ത് രക്ഷിക്കുന്ന ഈശ്വരൻ ഒന്നാണ്. അപ്പോൾ വേറൊരാളെ നമ്മൾ വെറുത്താൽ ഈശ്വരൻ അത് സഹിക്കില്ല. അങ്ങനെ ആ ഈശ്വരഭാവത്തെ മനസ്സിലാക്കാൻ കഴിയാത്തവരാണ് ഈ ആസുരി സമ്പത്തുള്ളവർ. അപ്പോൾ ആ അറിവില്ലായ്മയാണ്, ഈശ്വരനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ഏറ്റവും വലിയ അജ്ഞാനം. അതാണ് ഏറ്റവും വലിയ ആസുരി സമ്പത്ത്. അതുകൊണ്ട് തന്നെയാണ് ഈശ്വരനിൽ നിന്ന് വളരെ വളരെ ദൂരത്ത് പോകുന്നത് ഈ ആസുരി സമ്പത്തുള്ളവർ. ഈശ്വര സമ്പത്ത് നേടുന്നതിനായിട്ട് നമ്മൾ ഇതുപോലത്തെ പുസ്തകങ്ങളൊക്കെ വായിക്കുക, ഇതൊക്കെ അറിയുക. അതെല്ലാം നമുക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോടെങ്കിലും അവർക്ക് അറിയാത്തവർക്ക് കുറച്ച് പറഞ്ഞു കൊടുക്കുക. ക്രമേണ കൂടുതൽ ഇതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെ നന്നായിട്ട് ലോകത്തിൽ ജീവിക്കുക. നമ്മൾ അതാണ് ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് കൃഷ്ണൻ ഇതൊക്കെ പറഞ്ഞു തരുന്നത് നമുക്ക്. അതുകൊണ്ട് ആസുരി ഭാവത്തെ നമ്മുടെ മനസ്സിൽ നിന്ന് തള്ളി നീക്കി ദേവീഭാവത്തെ ഇരുത്തണം. അപ്പം ഈ വക കാര്യങ്ങളാണ് നമ്മുടെ ശാസ്ത്രം പറഞ്ഞു തരും നമുക്ക് എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നമ്മളുടെ ഈ ധർമ്മശാസ്ത്രങ്ങളിലൂടെയും മറ്റ് ശാസ്ത്രങ്ങളിലൂടെ ആ ശാസ്ത്രം പറയുന്ന മാതിരി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തീർച്ചയായും വിജയിക്കും. അത് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത അധ്യായം അടുത്ത ക്ലാസ്സിൽ കാണാം. ഹരി ഓം.